മേപ്പാടി ക്യാമ്പിൽ നിന്നും അസീസ് ഉണ്ട് നമ്മോടൊപ്പം. അസീസ് കേൾക്കാമല്ലോ? മേപ്പാടി ക്യാമ്പിലാണ് അസീസ് ഉള്ളത്. ഈ ക്യാമ്പിൽ എത്ര പേരുണ്ട്? എന്താണ് ക്യാമ്പിൻ്റെ ഒരു സാഹചര്യം? ഇപ്പോൾ അവിടേക്കൊക്കെ വിവിധ ക്യാമ്പുകളിലേക്ക് പലയിടത്തു നിന്നും ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു അല്പസമയം. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്നു. ക്യാമ്പിനകത്തേക്ക് ആരെയും കയറ്റാതെയൊക്കെയുള്ള ഒരു കർശനമായ സംവിധാനത്തിലേക്കൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഉണ്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്വകാര്യത സംരക്ഷിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേര് വന്ന് നമ്മളെ കാണുന്നുണ്ട്. നമ്മളെ ദയനീയ അവസ്ഥകളൊക്കെ നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് 3 പൊട്ടലുകളാണ് ഉണ്ടായിട്ടുണ്ടായത്. ആദ്യം 1 മണിക്ക് മുൻപുണ്ടായിരുന്നു, അതിനുശേഷം കൊണ്ട് ഒരു 3 മണിക്കുണ്ടായിരുന്നു, പിന്നെ 4 മണിക്കുണ്ടായിരുന്നു. അസീസ് മുണ്ടക്കൈയിൽ നിന്നാണ് പോയത് അല്ലേ? എന്താണ് താങ്കളുടെ സ്വന്തം അനുഭവം എങ്ങനെയാണ്? അതെ, ക്ലിയർ ആകുന്നില്ല. അസീസിന്റെ സ്വന്തം അനുഭവം എങ്ങനെയാണ്? മുണ്ടക്കൈയിൽ താമസമായിരുന്നല്ലോ. എന്താണ് നഷ്ടം? എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഒരു ചോദ്യം. അതെ, നമ്മൾക്ക് അവിടെ പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റത്തെ ഉരുൾപൊട്ടലിൽ തന്നെ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഓടി വന്ന് നോക്കുമ്പം വലിയൊരു പൊട്ടലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും രണ്ടാമതൊരു പൊട്ടൽ വന്നു. 3ാമത്തെ പൊട്ടലിലാണ് എല്ലാം തകർന്നടിഞ്ഞു പോയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വെള്ളത്തിൽ ഒഴുകി പോകുന്ന രീതിയിലും ചെളിയിൽ പുരണ്ട് കിടക്കുന്നതും പൂന്തി കിടക്കുന്നതും ഉള്ള ഒരു അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളൊപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികൾ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജ്യേഷ്ഠ അനിയന്മാർ എല്ലാവരും ഞങ്ങളെ കണ്ണിൻ്റെ മുൻപിൽ ഒലിച്ചു പോകുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അസീസിന്റെ കുടുംബം ദയനീയമായ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ട ഞങ്ങളെ എങ്ങനെ? അതെ, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഒരു സൂചന കിട്ടിയപ്പോൾ അവിടെ നിന്ന് മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അടുത്തുള്ളവരോടും പറഞ്ഞു കാണുമല്ലോ നമുക്ക് ഇവിടെ നിന്ന് മാറേണ്ടതുണ്ട് എന്ന്. അപ്പോൾ അവർ തയ്യാറാകാതിരുന്നതാണോ? അതെ, അല്ല, അവരോടൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഞങ്ങൾ കഴിയുന്നതും എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്. ഫസ്റ്റിലത്തെ പൊട്ടലിൽ തന്നെ മാറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് പേര് അതിൽ അകപ്പെട്ടു പോയിട്ടുള്ളത്. എന്നിരുന്നാലും ഞങ്ങൾ മാക്സിമം മാറാൻ പറ്റുന്നവരെല്ലാം അവിടെ നിന്ന് മാറി ഞങ്ങളൊരു സേഫായ ഒരു സ്ഥലത്തേക്ക്, ഒരു കുന്നിൻ പ്രദേശത്തേക്ക്, ഞങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഞങ്ങൾ ഓടി ഞങ്ങൾ രക്ഷപ്പെട്ട് ആ കുന്നിൻ്റെ മുകളിൽ ഒരു എസ്റ്റേറ്റിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായ ആ മാനേജറുടെ ബംഗ്ലാവിലേക്കാണ് ഞങ്ങളെല്ലാവരും ചേക്കേറിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളെല്ലാവരും നിന്ന് കൂട്ടമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിരുന്നാലും ഞങ്ങളെ കൂടെ ഞങ്ങളെ ജോലി ചെയ്ത ഞങ്ങളെ സഹോദരിമാർ എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്ന പൈസ സ്വരൂപിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വീടും കിടപ്പാടങ്ങളും എല്ലാം ഞങ്ങളെ ഉറ്റവരും ഉടയവരും എല്ലാം ഞങ്ങളുടെ ബാപ്പ, സഹോദരന്മാരും, ഉമ്മ എല്ലാവരും ഞങ്ങളെ കൈവിട്ടു പോയതിൻ്റെ ഒരു ദുഃഖത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ എന്തായാലും ഒരു ടൗൺഷിപ്പ് നിങ്ങൾക്കായി നിർമ്മിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പുനരധിവാസമൊക്കെ വേഗത്തിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. ഇനി എന്തായാലും മുണ്ടക്കൈയിൽ വീട് വേണ്ട എന്നത് തന്നെയല്ലേ നിങ്ങളുടെയും അഭിപ്രായം? അത് ആ പ്രദേശം ഇനിയും ഇത്തരത്തിൽ ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ്. അങ്ങനെ ഒരു സ്ഥലത്തിന് വീട് വേണ്ട എന്ന് തന്നെയല്ലേ നിങ്ങളുടെ അഭിപ്രായം അല്ലേ? അതെ, ഞങ്ങൾക്കത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി ആ പ്രദേശത്തേക്ക് ഞങ്ങളില്ല. ഞങ്ങളെ മക്കൾ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ആ പ്രദേശത്തേക്ക് ഞങ്ങളെ വിളിക്കരുത്. ഞങ്ങൾ അത്രയും ഞങ്ങളെ മക്കളെ വാക്കുകൾ ഞങ്ങൾ ധിക്കരിച്ച് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ മക്കൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇനി വിളിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. ആ പ്രദേശത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു നാടാണ് ഞങ്ങളുടെ നാട്. ആ നാട് ഞങ്ങൾക്ക് വിട്ടുവരാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ജീവിച്ചു വന്ന നാടിൻ്റെ ഒരു അവസ്ഥയല്ല ഇന്ന് അവിടെ കാണുന്നത്. ഞങ്ങളെ മനസ്സുകൾ, ഞങ്ങളെ ചങ്കുകൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, സഹിക്കുന്നില്ല ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥകൾ. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങൾ പോവുക? ഞങ്ങളെ വീടും സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളെ സഹോദരങ്ങൾ എന്നുള്ള ഒരു വിഷമത്തിലാണ്. ഈ കേരളം മുഴുവൻ ഒന്നിച്ചുണ്ട്.
ഈ കേരളം മുഴുവൻ ഒന്നിച്ചുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലായിടത്തുനിന്നും ധനസഹായം വന്നുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെതായ സഹായം ചെയ്യുന്നു. ഇപ്പോൾ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് എല്ലാവരും ഒരുമിക്കുന്നൊരു ചിത്രം കൂടി വയനാടിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. നോക്കൂ, നമുക്കറിയാത്ത എത്രയോ ആളുകളാണ് അവിടേക്ക് സഹായമായി എത്തിക്കൊണ്ടിരിക്കുന്നത്, ക്യാമ്പുകളിലേക്കുള്ള സഹായം എത്തിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. നിങ്ങളുടെ പുനരധിവാസം അതുകൊണ്ട് തന്നെ സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ എങ്ങും എത്താതെ ക്യാമ്പിൽ നിന്ന് അനാഥരായി പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റും അസീസ്? അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം എല്ലാ വർഷങ്ങളിലും മഴ വരുന്ന അവസരത്തിലൊക്കെ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ആ പ്രദേശത്ത് വെള്ളരിമല വില്ലേജിൽ ഉണ്ടാകുന്ന ഓരോ വർഷത്തും ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ വർഷത്തിലും. 1984 ഉണ്ടായിരുന്നു, അതിനുശേഷം 2018 19 മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു, 2018 പുത്തുമലയിലുണ്ടായിരുന്നു, അതിനുശേഷം 2019 മുണ്ടക്കയിൽ, ഇപ്പം 2024 ഇത് ഈ രാജ്യത്ത് തന്നെ ഏത് പ്രദേശത്തും ഇല്ലാത്തൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തന്നെയാണ് സൈന്യവും പറയുന്നത്. ഇത്രയും ഒരു മേഖല ഒന്നാകെ മണ്ണിനടിയിൽ പോയിരിക്കുന്ന ആദ്യ ദുരന്തം ഒരു ഗ്രാമം തന്നെയാണല്ലോ ഇല്ലാതായിരിക്കുന്നത്. മുണ്ടക്ക എന്ന പ്രദേശം തന്നെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്ന എന്നുള്ളതാണ്. അങ്ങനെയൊരു ദുരന്തം ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സൈന്യവും പറയുന്നുണ്ട്. അസീസ്, എന്തായാലും ഈ ക്യാമ്പിൽ അസീസിനൊപ്പം കുടുംബമെന്ന് പറയുമ്പോൾ എത്ര കുട്ടികളുണ്ട്? അസീസിൻ്റെ കുട്ടികളൊക്കെ എത്ര പ്രായമായവരാണ്? എനിക്ക് എൻ്റെ കുട്ടികൾ 18 വയസ്സാണ് ആയിട്ടുള്ള എൻ്റെ കുട്ടികൾ. ഒരു മോനുള്ളത് 20 വയസ്സാണ് ആയിട്ടുള്ളത്. ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ ക്യാമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും പേടിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ക്യാമ്പിലേക്ക് രാത്രി 10 മണിക്കാണ് എത്തിപ്പെടുന്നത്. കുട്ടികളെല്ലാം ഞങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു സ്വരത്തിലുള്ള ചോദ്യമാണ് എല്ലാ കുട്ടികളും കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ കുട്ടികൾ രാത്രിയിലൊന്നും ഉറക്കം പോലും ഇല്ല. ഇപ്പം ഈ 2 ദിവസമായിട്ടാണ് കുട്ടികൾക്ക് ഈ ക്യാമ്പിൽ നിന്നും അവർക്ക് കളിക്കാനും മറ്റുള്ള സാമഗ്രികളൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെല്ലാം സ്വല്പം മറന്ന് വന്നുകൊണ്ട് അവരെ ആ മറവിയിൽ ആ ഒരു ദുരന്തത്തിൽ നിന്നും മനസ്സുകൾ മാറിപ്പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഞങ്ങൾ. തീർച്ചയായും സമയമെടുക്കും, പക്ഷേ അതിന് നിങ്ങളെ പോലുള്ളവർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിനുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. സർക്കാരും അത് ഗൗരവത്തിൽ തന്നെ എടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അസീസ്, ഏതായാലും പ്രതീക്ഷയോടെ നിൽക്കുക. പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരു പ്രതീക്ഷയുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഏതായാലും നിങ്ങൾക്കൊരു വീട്, ഒരു സുരക്ഷിതമായ സ്ഥലം അത് സർക്കാർ ഉറപ്പ് നൽകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാനാവുക. അസീസ്, വളരെ നന്ദി ക്യാമ്പിൽ നിന്നും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഞാൻ